പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30 മോദി ദില്ലിയിലേക്ക് മടങ്ങും. തെരഞ്ഞെടുപ്പ് വേളയിലെ ധ്യാനത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ മോദി അവസാനിപ്പിക്കും. അതുവരെ നാമമന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥനാ നിരതനായിരിക്കും പ്രധാനമന്ത്രി. രുദ്രാക്ഷമാലയുമേന്തി ധ്യാന കേന്ദ്രത്തെ വലയം വയ്ക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ ഇന്നും പുറത്തുവന്നു. 3:30 പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് കന്യാകുമാരിയിലെത്തിയ മോദി വ്യാഴാഴ്ചയാണ് സ്വാമി വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ആരംഭിച്ചത്. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോഴും മോദി ധ്യാനത്തിലാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വേളയിലെ മോദിയുടെ ധ്യാനത്തിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും വരെ എത്തിയെങ്കിലും തടസ്സപ്പെടുത്താൻ അവരാരും തയ്യാറായില്ല. ധ്യാനത്തെ പ്രചരണമോ പെരുമാറ്റച്ചട്ട ലംഘനമോ ആയി കാണാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിച്ചത്. ധ്യാനം ഇന്ന് അവസാനിക്കുമെങ്കിലും അതിലൂടെ മോദി ആഗ്രഹിച്ചത് എത്രത്തോളം സഫലമായി എന്നറിയാൻ ജൂൺ 4 കഴിയണം. ആത്മീയതയ്ക്കപ്പുറം രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുള്ളതുകൊണ്ട് ഫലപ്രാപ്തിയുടെ തോതറിയാൻ കാത്തിരുന്നേ മതിയാവൂ. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. പ്രധാനമന്ത്രിയുടെ മടക്കയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കന്യാകുമാരിയിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവേകാനന്ദ പാറയിൽ നിന്ന് സന്ദർശകരെ ഒഴിപ്പിക്കുകയാണ്. അല്ലമീൻ തോട്ടുമുക്കുണ്ട് കന്യാകുമാരിയിൽ നിന്ന്. അല്ലമീൻ, എപ്പോഴാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്? ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടോ? വിനിത, 2:45 മോദിയുടെ ധ്യാനം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നേരത്തെ മനസ്സിലാക്കാനായത്. അത്തരം വിവരമാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ധ്യാനമിരുന്ന വിവേകാനന്ദ പാറയുടെ തന്നെ തിരുവള്ളുവർ പ്രതിമയുണ്ട്, അവിടെ പുഷ്പാർച്ചന കൂടി നടത്തിയിട്ട് അദ്ദേഹം മടങ്ങും എന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും സുരക്ഷാ വിലയിരുത്തലുകളും ഒക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം, ഇന്ന് രാവിലെയൊക്കെ വിവേകാനന്ദ പാറയിൽ ധ്യാന കേന്ദ്രത്തിനടുത്തൊക്കെ നിരവധി ആളുകളുണ്ടായിരുന്നു. സന്ദർശകർക്ക് മോദിയുടെ ധ്യാനം പ്രമാണിച്ച് വിലക്കേർപ്പെടുത്തി എന്നുള്ളത് വലിയ വിവാദമായ സാഹചര്യത്തിൽ ഇന്നലെയും ഇന്നും സഞ്ചാരികൾക്ക് അവിടെ അനുവാദം നൽകിയിരുന്നു, പ്രവേശനം നൽകിയിരുന്നു. പക്ഷേ കടുത്ത നിയന്ത്രണങ്ങളോടെ, കടുത്ത പരിശോധനകൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രമാണ് ആ അർത്ഥത്തിൽ അവിടേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികളെയൊക്കെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കടലിൽ പല ഭാഗത്തായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന കോസ്റ്റ് ഗാർഡിൻ്റെയും മറൈൻ ഫോഴ്സിൻ്റെയും ഒക്കെ ആ സുരക്ഷാ വിന്യാസം അത് ഈ വിവേകാനന്ദ പാറയ്ക്ക് തൊട്ടടുക്കിലേക്ക് അവർ കുറച്ചുകൂടി നീക്കി നിർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള തിരുവള്ളുവർ പ്രതിമ നമുക്ക് കാണാം. ആ പ്രതിമയ്ക്ക് മുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം നമുക്ക് കാണാനാകും. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം പൂർത്തിയാക്കി തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങിപ്പോവുക. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററുകളൊക്കെ നേരത്തെ പരിശോധിക്കുകയും അതിൻ്റെ മറ്റു പരിശോധനകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഹെലികോപ്റ്ററൊക്കെ ഓണാക്കി അവരുടെ പരിശോധനകളിലേക്ക് കടക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വൈകാതെ പ്രധാനമന്ത്രി മടങ്ങും. അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്നാണ് മടങ്ങുക. വാരണാസിയിലേക്ക് അദ്ദേഹം പോയേക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഡൽഹിയിൽ പോയിട്ട് വാരണാസിയിലേക്ക് മടങ്ങുമ്പോൾ നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വാരണാസിയിലേക്ക് പോകുമോ എന്നുള്ളത് പ്രധാനമാണ്. ഏതായാലും വ്യാഴാഴ്ച ആരംഭിച്ച മോദിയുടെ ധ്യാനം അത് അല്പസമയത്തിനകം അവസാനിക്കും. അത് മടക്കയാത്രയ്ക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഉദ്യോഗസ്ഥർ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടെത്തുകയാണ്. വിനിത, ശരി. അല്ലമീനാണ് കന്യാകുമാരിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്നും മടങ്ങുമെന്നാണ് വിവരം. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്.